കാസർഗോഡ് പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ എ.ബി. ഷാദ് ഷെയ്ഖ് അൻസാറുള്ള ബംഗ്ലാ ടീം സംഘടനയുടെ സജീവ പ്രവർത്തകരെന്ന അന്വേഷണ സംഘം പ്രതി അൽഖ്വയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗമാണെന്നും സ്ഥിരീകരണമുണ്ട്. സിലിഗുരി കോർഡിഗർ കേന്ദ്രീകരിച്ച് പ്രത്യേക രാജ്യമുണ്ടാക്കലാണ് സംഘടനയുടെ ഉദ്ദേശമെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷാദ് ഷെയ്ഖ് 2018 മുതൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്നുവെന്നും അന്വേഷണ സംഘം. കഴിഞ്ഞ ബുധനാഴ്ച കാസർഗോഡ് പടന്നക്കാട് നിന്ന് പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ എം.ബി. ഷാദ് ഷെയ്ഖിനെ കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇയാൾ അൽഖ്വയ്ദയുടെ സ്ലീപ്പർ സെൽ അംഗമെന്ന് കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൻസാറുള്ള ബംഗ്ലാ ടീം എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ സിലിഗുരി കോറിഡോറിലൂടെ 7 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് പ്രത്യേക രാജ്യം രൂപീകരിക്കാനാണ് ഈ സംഘടന ശ്രമിച്ചതെന്നാണ് വിവരം. ബംഗ്ലാദേശ് സ്വദേശിയായ ഷാദ് ഷെയ്ഖ് അൻസാറുള്ള ബംഗ്ലാ ടീം കമാൻഡർ ഫർഹാൻ ഇസ്രാഖിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലെത്തിയതെന്ന് അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അസം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘം 2018 കേരളത്തിലെത്തുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ഉദുമ കേന്ദ്രീകരിച്ചായിരുന്നു ഷാദ് ഷെയ്ഖിന്റെ നിലവിലെ പ്രവർത്തനം. ബാങ്ക് ഓഫ് ബറോഡയുടെ ഉദുമ ബ്രാഞ്ചിൽ 2018 മുതൽ ഇയാൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകളും ഷാദ് ഷെയ്ഖിന് കേരളത്തിൽ നിന്ന് ലഭിച്ച സഹായങ്ങളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലാണ്. അൻസാറുള്ള ബംഗ്ലാ ടീം എന്ന സംഘടനയിലെ കൂടുതൽ പേർ കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 കാസർഗോഡ്.